പ്രധാനപ്പെട്ട സർവകക്ഷിയോഗമായിരുന്നു അത്. ആ സർവകക്ഷിയോഗം പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി അനന്ത്നാഗിലേക്ക് ജമ്മു കാശ്മീരിലേക്ക് പോകുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ പുറത്തേക്ക് വരുന്നു. വിനീത വിജയാണ് സർവകക്ഷിയോഗത്തിന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട സർവകക്ഷിയോഗമായിരുന്നു നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ, സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തിലുള്ള ചർച്ച ഉണ്ടായ. സെക്യൂരിറ്റി ലാബ്സിനെ പറ്റിയുള്ള പ്രാഥമികമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കലൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ സർവകക്ഷിയോഗമായിരുന്നു. അതിനുശേഷം ആരെങ്കിലും മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? എന്താണ് കിട്ടുന്ന വിവരം വിനീത? ഹാഷ്മി, സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുന്നു. ഈ കേന്ദ്രത്തിന്റെ തീരുമാനത്തിനെതിരെ, ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ നടപടിയുമായി കേന്ദ്രം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പൂർണ്ണ പിന്തുണ പ്രതിപക്ഷ പാർട്ടികളടക്കം നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇപ്പോൾ സർവകക്ഷി യോഗം പൂർത്തിയായി മന്ത്രിമാർ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഹാരിസ് ബീരാൻ എംപിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം യോഗം കഴിഞ്ഞ് പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു, JP നദ്ദ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു നിർണായക തീരുമാനം കൂടി ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ജമ്മു കാശ്മീർ സന്ദർശിക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി. നാളെ അനന്ത്നാഗിൽ സന്ദർശനം നടത്തും. ഈ അനന്ത്നാഗ് ആശുപത്രിയിൽ ഈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം നേരിട്ടെത്തി കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ തീരുമാനങ്ങൾ, ഈ ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ്. ഇതുവരെ ഈ ഭീകരതയ്ക്കെതിരെ കൈക്കൊണ്ട നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്രം സ്വീകരിച്ച തീരുമാനങ്ങൾ, നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരിച്ചു. പ്രതിരോധ മേഖലയിലടക്കം കൊണ്ടുവന്നിട്ടുള്ള പുതിയ നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സേനാവിന്യാസം അടക്കമുള്ള കാര്യങ്ങളൊക്കെ രാജ്നാഥ് സിംഗും ആ യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ചില ആരോപണങ്ങൾ, ചില ആവശ്യങ്ങളൊക്കെ തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുകൊണ്ടുള്ള അഭിപ്രായം കൂടി, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കൂടി ആ യോഗത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് തുടർ നടപടികളിലേക്ക് പോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം ആ സർവകക്ഷി യോഗം നീണ്ടു നിന്നിരുന്നു. ഇന്നലെ മന്ത്രിസഭാ സമിതി ചേർന്ന യോഗത്തിലെടുത്ത നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, അതിനുശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ, ഇന്നുച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗ തീരുമാനങ്ങളെല്ലാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഇപ്പോൾ ചേർന്ന സർവകക്ഷി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില അഭിപ്രായങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ഘട്ടത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യങ്ങളടക്കം പരിശോധിക്കുമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയതായും അറിയാൻ കഴിയുന്നുണ്ട്. ഇനി കൂടുതൽ നടപടിക്രമങ്ങൾ, ഏതു തരത്തിൽ ഈ ഭീകരതയെ ചെറുക്കാൻ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഹാരിസ് ബീരാൻ അല്പസമയത്തിനകം അത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീർ സന്ദർശിക്കുമെന്നുള്ള വിവരം കൂടി ലഭ്യമായിരിക്കുന്നത്. നാളെ അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് യാത്ര തിരിക്കും. 11 മണിയോടുകൂടി അദ്ദേഹം അനന്ത്നാഗിൽ സർവകക്ഷിയോഗത്തിന്റെ വിവരങ്ങൾ പറയുകയായിരുന്നു വിനീത വിജയൻ. നാളെ രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് പോവുകയാണ്.